കാലിഫോർണിയയിലെ സെക്കോയ നാഷണൽ പാർക്കിനുള്ളിൽ നിരവധി സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയ്ക്കും പതനത്തിനും സാക്ഷ്യം വഹിച്ച ഒരു ഭീമൻ വൃക്ഷമുണ്ട്. വ്യാപ്തമനുസരിച്ച് ഭൂമിയിലെ ഏറ്റവും വലിയ വൃക്ഷം. അതാണ് ഈ ജനറൽ ഷെർമൻ. ശാസ്ത്രജ്ഞർ അതിൻ്റെ പ്രായം 2200-നും 2700-നും ഇടയിലാണെന്ന് കണക്കാക്കുന്നു. ഇതിനർത്ഥം നിരവധി പുരാതന നാഗരികതകൾ കടന്നുവന്ന വൃക്ഷമാണിതെന്നാണ്. ജനറൽ ഷെർമന് ഏകദേശം 275 അടി ഉയരമുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വൃക്ഷമല്ലെങ്കിലും അതിൻ്റെ യഥാർത്ഥ റെക്കോർഡ് അതിൻ്റെ കൂറ്റൻ തടിയുടെ വ്യാപ്തത്തിലാണ്. ഏകദേശം 52,500 ഘന അടി. ചുവട്ടിൽ മാത്രം അതിൻ്റെ തടിയുടെ വ്യാസം ഏകദേശം 36 അടിയാണ്. മൊത്തം ഭാരം ഏകദേശം 1.27 ദശലക്ഷം കിലോഗ്രാം ആണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് 7 മുതിർന്ന നീലത്തിമിംഗലങ്ങളുടെ ഭാരത്തിന് തുല്യമാണ്. 2000 വർഷത്തിലേറെ പഴക്കമുണ്ടെങ്കിലും ഈ മരം ഇപ്പോഴും സജീവവും വളർന്നുകൊണ്ടിരിക്കുകയുമാണ്. ഓരോ വർഷവും 60 അടി ഉയരമുള്ള ഒരു മരമാകാൻ ആവശ്യമായ പുതിയ തടി അതിൽ ചേർന്നുകൊണ്ടിരിക്കുന്നു. 2006 ഏകദേശം 100 അടി നീളവും 7 അടി വീതിയുമുള്ള അതിൻ്റെ ഏറ്റവും വലിയ ശാഖകളിലൊന്ന് ഒടിഞ്ഞു വീണു. ഈ ഒറ്റ ശാഖ തന്നെ ചുറ്റുമുള്ള മരങ്ങളെക്കാളും വലുതായിരുന്നു. എങ്ങനെയാണ് ഇത്രയും കാലം അത് അതിജീവിച്ചത് എന്ന രഹസ്യം അതിൻ്റെ സ്വാഭാവിക പ്രതിരോധ സംവിധാനത്തിലാണ്. ഏകദേശം 2 അടി കനവും ഉയർന്ന നാരുകളുള്ളതുമായ ഇതിൻ്റെ പുറംതൊലി കാട്ടുതീയെ ചെറുക്കാൻ സഹായിക്കുന്നു. പുറംതൊലി സാവധാനം കത്തുന്നു. അടിയിലുള്ള പാളികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയുന്നു. കൂടാതെ ഇതിൻ്റെ തടിയിൽ ടാനിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് അഴുകുന്നത് തടയുകയും പ്രാണികളെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന പ്രകൃതിദത്ത രാസവസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഇന്നും തലയെടുപ്പോടെ നിൽക്കുകയാണ് ഈ ജനറൽ ഷെർമൻ.